ആരായിരിക്കും ഈ ഖംനെയ്യുടെ അഭാവത്തിൽ അവിടെ പിൻഗാമിയായി വരിക എന്ന ചോദ്യമാണ് അവശേഷിക്കുന്നത്. ഇറാൻ്റെ പ്രത്യാക്രമണം എങ്ങനെയായിരിക്കും എന്ന ചോദ്യവും അവശേഷിക്കുന്നു. ആസിഫ് മുഹമ്മദ് ചേരുന്നുണ്ട് വിവരങ്ങളുമായി. ആസിഫ്, ഞാൻ നേരത്തെയും സൂചിപ്പിച്ചു, എങ്ങനെയാണ് ഖാംനെയ്യുടെ മരണ വാർത്ത, ഖാംനെയ് കൊല്ലപ്പെട്ട വാർത്ത ഇറാൻ ലോകത്തെ അറിയിച്ചത്, അത് സ്ഥിരീകരിച്ചത് എന്ന്? രണ്ട് തരത്തിലാണ്. അത് രാഷ്ട്രീയമായി വളരെ നിർണായകമായ പ്രഖ്യാപനമായി തന്നെ നമുക്കത് വായിച്ചെടുക്കാം. രണ്ട്, വൈകാരികമായി നിർണായകമായ പ്രഖ്യാപനമായി, അല്ലെങ്കിൽ ഐക്യപ്പെടുത്തി നിർത്താൻ പോകുന്ന പ്രഖ്യാപനമായി നമുക്കതിനെ വായിച്ചെടുക്കാം. ഇമാം അലിയുടെ രക്തസാക്ഷിത്വത്തോട് ചേർത്ത് നിർത്തിക്കൊണ്ടാണ് ഖാംനെയുടെ രക്തസാക്ഷിത്വത്തെ ഇറാൻ ഇപ്പോൾ അവതരിപ്പിക്കുന്നത്. ആ മട്ടിൽ അതിശക്തമായ തിരിച്ചടി കൊടുക്കും എന്നും പറയുന്നു. അതിൻ്റെ സാധ്യത എത്രത്തോളമാണ്? ഇനി അങ്ങനെ ഒരു സാധ്യതയിലേക്ക് കടന്നാൽ അതിന് പോകുന്ന നേതൃത്വം അവിടെയുണ്ടോ? ആ നേതൃത്വത്തിൻ്റെ സ്വഭാവം എന്തായിരിക്കും? മൂന്നംഗ കൗൺസിലായിരിക്കും തുടർന്ന് ഭരിക്കുക, അല്ലെങ്കിൽ ഇപ്പോൾ ഈ അടിയന്തരമായി ഈ സാഹചര്യങ്ങളെ കൈകാര്യം ചെയ്യുക എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. മറ്റൊന്ന്, നേരത്തെ തന്നെ പറഞ്ഞു വെച്ചിട്ടുണ്ട്, എന്തെങ്കിലും ഒരു അടിയന്തര സാഹചര്യം ഉണ്ടായാൽ ഓരോ തലത്തിലും പിൻഗാമികൾ ആരൊക്കെയാണ് എന്നത് സംബന്ധിച്ചും നേരത്തെ ധാരണയായിട്ടുണ്ട് എന്ന്. അങ്ങനെയൊക്കെ അവിടെ സംഭവിക്കുന്നുണ്ടോ? എന്താണ് വിവരങ്ങൾ? തീർച്ചയായും ഇറാനെ സംബന്ധിച്ചോളം അതൊരു ഷിയ ഭൂരിപക്ഷ രാജ്യമാണ്. ഷിയ അടിസ്ഥാനമായിട്ടുള്ള ഒരു ഭരണകൂടമാണ് അവിടെയുള്ളത്. സ്വാഭാവികമായും ഇമാം അലി എന്ന് പറയുന്ന ആൾ സ്വാഭാവികമായും ആ ഒരു വ്യവസ്ഥയുടെ മുഴുവൻ ഒരു ആണിക്കലായി തന്നെ നമ്മൾ വിലയിരുത്തേണ്ടി വരും. കാരണം ആ ഷിയ എന്ന് പറയുന്ന വിഭാഗം തന്നെ രൂപപ്പെടുന്നത് ഇമാം അലിയുടെ പ്രചോദനം ഉൾക്കൊണ്ട ഒരു പ്രസ്ഥാനമായിട്ടാണ് രൂപപ്പെടുന്നത് നമുക്കറിയാം. ആ ഒരു പ്രസ്ഥാനത്തെ നിലനിർത്തുന്നതും അതിൻ്റെ മുഴുവൻ ആദർശങ്ങളും അലിയുമായി ബന്ധപ്പെട്ടതാണ് എന്ന് നമുക്കറിയാം. അപ്പോൾ സ്വാഭാവികമായും അലിയുടെ പിൻഗാമികളാണ് എന്ന് തുറന്നു പറഞ്ഞുകൊണ്ട്, അല്ലെങ്കിൽ അതിനെ ഉയർത്തിക്കാട്ടിക്കൊണ്ട് നിലനിൽക്കുന്ന പ്രസ്ഥാനങ്ങളാണ് ഷിയ പ്രസ്ഥാനങ്ങൾ മുഴുവൻ എന്ന് നമുക്ക് എടുത്തു പറയേണ്ടി വരും. അപ്പോൾ സ്വാഭാവികമായും ഈ രക്തസാക്ഷിത്വം എന്നുള്ളത് അവരെ സംബന്ധിച്ചോളം മതപരമായ കാര്യത്തിൽ അത് പവിത്രതയുള്ള ഒരു കാര്യമായി തന്നെ വിലയിരുത്തേണ്ടി വരും. അത് ഒരാൾ ഇങ്ങനെ സ്വാഭാവികമായും കൊല്ലപ്പെടുന്നു എന്ന് പറയുന്നത് അവരത് ആഘോഷിക്കപ്പെടുന്ന തരത്തിലേക്ക് പോലും അതിനെ എത്തുന്ന ഒരു ഘട്ടം ഷിയാക്കളെ സംബന്ധിച്ചോളം ഉണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ഇനി ഇപ്പോൾ ഹർഷൻ സൂചിപ്പിച്ചതുപോലെ തന്നെ നിലവിൽ അത് ഒരു മൂന്നംഗ സമിതിയാണ് നിലവിൽ ഇറാൻ്റെ കാര്യങ്ങൾ മുന്നോട്ട് നയിക്കുക എങ്കിൽ പോലും അവരെ സംബന്ധിച്ചോളം പരമോന്നത നേതാവിനെ തിരഞ്ഞെടുക്കുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നമ്മൾ മനസ്സിലാക്കുന്ന അനുസരിച്ച് നേരത്തെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട 3 പേരുകൾ നിർദ്ദേശിക്കപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ പാശ്ചാത്യ മാധ്യമങ്ങളെല്ലാം റിപ്പോർട്ട് ചെയ്യുന്നത് അദ്ദേഹത്തിൻ്റെ മകൻ്റെ പേരാണ്. പക്ഷേ അത്തരത്തിൽ അദ്ദേഹത്തിൻ്റെ മകൻ്റെ പേരിലേക്ക് എത്താനുള്ള സാധ്യത വളരെ കുറവാണ് എന്ന് നമുക്ക് ഈ ഒരു ഘട്ടത്തിൽ പറയാൻ കഴിയും. കാരണം മുജ്തബയുടെ പേര്, ഖമേനിയുടെ രണ്ടാമത്തെ മകൻ മുജ്തബയുടെ പേരാണ് ഇപ്പോൾ പാശ്ചാത്യ മാധ്യമങ്ങൾ അദ്ദേഹത്തിൻ്റെ പിൻഗാമിയാകും എന്നുള്ള തരത്തിൽ പ്രചരിപ്പിക്കുന്നത്. പക്ഷേ ഒരു ഷിയ പാരമ്പര്യം വെച്ച് അദ്ദേഹത്തിൻ്റെ ആയിരിക്കുന്ന ഒരാൾക്ക് ഒരു ഘട്ടത്തിലും പരമോന്നത നേതാവ് പദവിയിലേക്ക് എത്താനുള്ള യോഗ്യത കൽപ്പിക്കാൻ കഴിയില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അതിന് മതപരമായ ചില ഘടകങ്ങൾ കൂടിയുണ്ട്. ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡുമായി ബന്ധപ്പെട്ട പ്രവർത്തന പരിചയം വേണം. അങ്ങനെ കുറേ ഘടകങ്ങൾ എടുത്തു മാത്രമേ അങ്ങനെ ഒരു പിൻഗാമിയായി അദ്ദേഹത്തിൻ്റെ മകൻ എന്ന രൂപത്തിൽ ഒരിക്കലും പ്രഖ്യാപിക്കാൻ കഴിയാത്ത സാഹചര്യമുണ്ട്. പക്ഷേ പാശ്ചാത്യ മാധ്യമങ്ങൾ അതിന് കാരണമായി പറയുന്നത് സ്വാഭാവികമായും റവല്യൂഷണറി ഗാർഡുമായി അടക്കം അദ്ദേഹത്തിന് വലിയ രീതിയിലുള്ള ബന്ധമുണ്ട് തുടങ്ങിയ കാര്യമാണ്. പക്ഷേ അദ്ദേഹത്തെ ഒരു മതപണ്ഡിതൻ എന്ന രീതിയിൽ അത്തരത്തിൽ ഐഡൻറ്റിഫൈ ചെയ്യുന്ന ഒരാളല്ല എന്നതുകൊണ്ട് തന്നെ മുജ്തബയെ പിൻഗാമിയായി പ്രഖ്യാപിക്കാനുള്ള ഒരു സാധ്യത കുറവാണ്. പക്ഷേ അദ്ദേഹം മറ്റു 3 പേരുകൾ നേരത്തെ നിർദ്ദേശിക്കപ്പെട്ടിട്ടുണ്ട് എന്നാണ് വിവരം. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പേര് ആയത്തുള്ള അലി റസ അറഫിയുടെ പേരാണ്. അദ്ദേഹത്തെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അദ്ദേഹം ഈ ഒരു പരമോന്നത നേതാവ് പദവിയിലേക്ക് എത്താൻ കഴിയുന്ന തരത്തിലുള്ള യോഗ്യതകൾ ഉള്ള ആളായി തന്നെ നമുക്ക് വിശേഷിപ്പിക്കാൻ കഴിയും. അസംബ്ലി ഓഫ് എക്സ്പെർട്ടിൻ്റെ ചെയർമാനായി അദ്ദേഹം ഇപ്പോൾ തന്നെ സേവനം അനുഷ്ഠിക്കുന്ന ഒരാളാണ് എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. അതോടൊപ്പമാണ് ഗാർഡിയൻ കൗൺസിലിലെ അംഗമാണ് അദ്ദേഹം. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു യോഗ്യത എന്ന് നമുക്ക് പറയുക ഇറാൻ്റെ സെമിനാരി സംവിധാനത്തിൻ്റെ തലവനായും അദ്ദേഹം സേവനം അനുഷ്ഠിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അങ്ങനെ മതപരമായിട്ടുള്ള പാലിക്കേണ്ട വ്യവസ്ഥകളെല്ലാം പാലിച്ചുകൊണ്ട് ഉയർന്നു വരാൻ സാധ്യതയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട പേരായി ആയത്തുള്ള അലി റസ അറഫിയുടെ പേര് തന്നെയാണ് നമുക്ക് ഈ ഒരു ഘട്ടത്തിൽ ചൂണ്ടിക്കാണിക്കാൻ കഴിയുക. മാത്രമല്ല അദ്ദേഹം ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡിൻ്റെ അടക്കമുള്ള സംവിധാനങ്ങളുമായി കൃത്യമായി അടിത്തറയിൽ
അടക്കം കൃത്യമായി പ്രവർത്തിച്ചു വന്ന ആളാണ്, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുള്ള സംവിധാനങ്ങളെ ഏകോപിപ്പിക്കുന്നതിലടക്കം കൃത്യമായി പങ്കുവഹിച്ചിട്ടുണ്ട്. മാത്രമല്ല അദ്ദേഹം ഇതുമായി ബന്ധപ്പെട്ടുള്ള പല ഘട്ടങ്ങളിൽ അദ്ദേഹത്തെ ചുമതലകൾ ഏൽപ്പിക്കപ്പെടുകയും അദ്ദേഹത്തെ പിൻഗാമിയായി കണ്ടുകൊണ്ടുള്ള രീതിയിൽ തന്നെ ആ പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കുന്നതിന് നേതൃത്വം നൽകാൻ പ്രത്യേകം നിർദ്ദേശിക്കപ്പെടുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ള വിവരങ്ങളും പുറത്തു വരുന്നുണ്ട്. അങ്ങനെ നോക്കുകയാണെങ്കിൽ സ്വാഭാവികമായും ഏറ്റവും പ്രധാനപ്പെട്ട പേരായി നമുക്ക് ഈ ഒരു ഘട്ടത്തിൽ ചൂണ്ടിക്കാണിക്കാൻ കഴിയുക ആയത്തുള്ള അലി റസ അറഫിയുടെ പേര് തന്നെയായിരിക്കും പിൻഗാമി സ്ഥാനത്തേക്ക് വരിക എന്നുള്ളതാണ്. പിന്നീട് മുഹമ്മദ് മെഹ്ദി മിർബാഗിരിയുടെ പേര് ഇപ്പോൾ ഉയർന്നു കേൾക്കുന്നുണ്ട്. പ്രധാനപ്പെട്ട 3 പേരുകളിൽ ഒരു പേരായി. അതിന് അദ്ദേഹത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ അദ്ദേഹം പാശ്ചാത്യ ലോകവുമായി വലിയ രീതിയിലുള്ള ഏറ്റുമുട്ടലുകൾ ആഗ്രഹിക്കുന്ന ഒരാൾ എന്നുള്ള രീതിയിൽ തന്നെ അദ്ദേഹത്തെ വിലയിരുത്തേണ്ടി വരും. അത് ഇവരെ പ്രതിരോധിക്കേണ്ടത്, അമേരിക്ക അടക്കമുള്ള പാശ്ചാത്യ രാജ്യങ്ങളെ പ്രതിരോധിക്കേണ്ടത് അത് ഇസ്ലാമികമായ ബാധ്യതയാണ് എന്ന രീതിയിൽ തന്നെ അദ്ദേഹത്തിൻ്റെ പല പ്രസ്താവനകളും മുമ്പ് വന്ന ഒരു സാഹചര്യമുണ്ട്. ഇസ്രായേലിനെ ആക്രമിച്ച് ഇല്ലാതാക്കേണ്ടതടക്കം അത് മതവിധിയുമായി ബന്ധപ്പെട്ടുള്ള ഒരു ഘട്ടത്തിൽ ആണ് അദ്ദേഹം വിശദീകരിക്കുന്നത്. ഹിസ്ബുള്ളയുമായി അടക്കം ഇറാന്റെ പുറത്തുള്ള ഷിയ ഗ്രൂപ്പുകളുമായി അടക്കം വലിയ രീതിയിൽ അദ്ദേഹം ബന്ധം സ്ഥാപിക്കുന്ന ഒരാളാണ് എന്നുള്ള അടക്കമുള്ള കാര്യങ്ങളുണ്ട്. അത് പല ആക്രമണങ്ങൾക്കും ഇറാന്റെ പുറത്തു നടക്കുന്ന ഹിസ്ബുള്ള അടക്കം നടത്തുന്ന ആക്രമണങ്ങൾക്ക് ആ രീതിയിലുള്ള പിന്തുണയും സഹായവും അടക്കം ഏകോപിപ്പിക്കുന്നത് ഇദ്ദേഹമാണ് എന്നുള്ള തരത്തിലുള്ള വാർത്തകൾ നേരത്തെ മുതൽ തന്നെ നിലവിലുള്ളതാണ്. അങ്ങനെ നോക്കുമ്പോൾ രണ്ടാമത്തെ പേരുകാരനായി നമുക്ക് മുഹമ്മദ് മെഹ്ദി മിർബാഗിരിയുടെ പേരാണ് നമുക്ക് എടുത്തു പറയാൻ കഴിയുക. മറ്റൊരു പേര് ഇപ്പോൾ പാശ്ചാത്യ മാധ്യമങ്ങളിലൊക്കെ വരുന്നത് ഹസൻ ഖൊമൈനിയുടെ പേരാണ്. അത് ഇസ്ലാമിക് റിപ്പബ്ലിക്കിൻ്റെ സ്ഥാപകനായുള്ള ആയത്തുള്ള റുഹുല്ല ഖൊമൈനിയുടെ ചെറുമകനാണ് അദ്ദേഹം. പക്ഷേ അതും ഒരു സാധ്യതയുള്ള പേരായി നമുക്ക് പൂർണ്ണമായ അർത്ഥത്തിൽ വിലയിരുത്താൻ കഴിയില്ല. കാരണം അദ്ദേഹത്തിനും ഒരു പണ്ഡിതൻ എന്ന രീതിയിൽ പൂർണ്ണാർത്ഥത്തിൽ നമുക്ക് ഒരു പരമോന്നത നേതാവ് പദവിയിലേക്ക് എത്താൻ കഴിയുന്ന യോഗ്യതയുള്ള ആളായി ഈ ഒരു ഘട്ടത്തിൽ വിലയിരുത്താൻ കഴിയുന്ന സാഹചര്യമില്ല. അപ്പോൾ സ്വാഭാവികമായും നമുക്ക് ഈ ഒരു ഘട്ടത്തിൽ ചൂണ്ടിക്കാണിക്കാൻ കഴിയുക ആയത്തുള്ള അലി റസ അറഫി തന്നെ സ്വാഭാവികമായും ഒരുപക്ഷെ ഇറാന്റെ പരമോന്നത നേതാവ് പദവിയിലേക്ക് എത്താനുള്ള എല്ലാ സാധ്യതയുമുണ്ട്. ഈ പറയുന്ന പ്രധാനപ്പെട്ട മുഴുവൻ യോഗ്യതകളുമുള്ള ഒരാൾ എന്ന രീതിയിൽ തന്നെയാണ് അദ്ദേഹത്തെ നമുക്ക് ഈ ഒരു ഘട്ടത്തിൽ പിൻഗാമിയായി അദ്ദേഹം എത്തുമെന്ന് വിചാരിക്കാൻ കഴിയുക. പക്ഷേ നിലവിൽ പാശ്ചാത്യ മാധ്യമങ്ങളെല്ലാം ഖമേനിയുടെ രണ്ടാമത്തെ മകൻ മുജ്തബയുടെ പേരാണ് ഉയർത്തിക്കാട്ടുന്നത്. പക്ഷേ അത് ഇറാന്റെ ഒരു പാരമ്പര്യം വെച്ചും ഷിയ പാരമ്പര്യം വെച്ചും സ്വാഭാവികമായും ആ പേരുകാരൻ ഒരു പിൻഗാമിയായി വരാനുള്ള ഒരു സാഹചര്യം നിലവിൽ ഇല്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അങ്ങനെ മക്കളിലേക്ക് കൈമാറി വരികയോ അല്ലെങ്കിൽ ചെറുമക്കളിലേക്ക് കൈമാറി വരുന്ന ഒരു രീതി സ്വാഭാവികമായും ഷിയ സംവിധാനത്തിലില്ല. അപ്പോൾ അത് ഒരു കൃത്യമായ മതവിധിയുടെ അടിസ്ഥാനത്തിൽ കൃത്യമായ യോഗ്യതകൾ നിശ്ചയിച്ചുകൊണ്ട് അതിൻ്റെ സെമിനാരി അടക്കമുള്ള കാര്യങ്ങളുടെ തലവനായി പ്രവർത്തിക്കേണ്ട കാര്യമുണ്ട്. അതോടൊപ്പം തന്നെ രാഷ്ട്രീയ രംഗത്ത് ഉള്ള പ്രാധാന്യത്തോടൊപ്പം തന്നെ അത് ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡുമായി അടക്കം ബന്ധപ്പെട്ട പ്രവർത്തനവും അനിവാര്യമാണ്. അപ്പോൾ ആ രീതിയിലാണ് നമുക്ക് ഈ ഘട്ടത്തിൽ വിലയിരുത്താൻ കഴിയുക. തീർച്ചയായും വൈകാതെ ഒരു പിൻഗാമി ഉണ്ടാവും. ആ പിൻഗാമിയുടെ നേതൃത്വത്തിൽ തിരിച്ചടി തുടരും എന്ന നിലയ്ക്കാണ് ഇപ്പോൾ ഇറാൻ കാര്യങ്ങളെ നീക്കുന്നത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്.